ഹലോ, നമുക്കിന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? ആദ്യം നമുക്ക് മസാല റെഡിയാക്കാം. അതിനു വേണ്ടി 5 സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 2 തക്കാളി, ഇത്രയാണ് വേണ്ടത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് സവാളയും കനം കുറച്ച് അരിഞ്ഞെടുക്കുക. എന്നിട്ട് സവാളയുടെ പകുതി നമുക്ക് നല്ല ബ്രൗൺ കളർ ആകുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ഓരോന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത സവാള, ഫ്രൈ ചെയ്യാത്ത സവാള, തക്കാളി, ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്ര ഇട്ട് കൊടുക്കാം. ഇതിൽ 1 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് റൈസിലേക്കാണ്. പിന്നെ മല്ലിയില, പുതിനയില, കേർഡ്, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. ഗീയും കോക്കനട്ട് ഓയിലും കൂടെ മിക്സാക്കി അതിനെ സവാള ഫ്രൈ ചെയ്യാനെടുത്തത്, അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2 ബേ ലീവ്സ്, 1 തക്കോലം, 2 ഏലയ്ക്ക, ഇതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഫ്രീസറിൽ വെക്കും. ഞാൻ തലേന്ന് മസാല ചെയ്ത് വെക്കും. എന്നിട്ട് പിറ്റേന്ന് അതിൻ്റെ തണുപ്പൊക്കെ മാറി കഴിയുമ്പോഴത്തേക്ക് എടുത്ത് കുക്ക് ചെയ്യും. ഇനി റൈസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ 3.5 ഗ്ലാസ് അരിയാണ് അളന്നെടുത്തിട്ടുള്ളത്. അത് കഴുകി കുതിർക്കാൻ ഇട്ടേക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വെള്ളം ഊറ്റിയെടുക്കും. എന്നിട്ട് കാഷ്യൂനട്ട്, ഉണക്കമുന്തിരി, സവാള ഇത് ഇത്രയും നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കും. എന്നിട്ട് അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് അതോടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് വെള്ളം ഊറ്റി മാറ്റിയ റൈസ് ഈ നെയ്യിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. എന്നിട്ട് റൈസ് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഒരു 90% വേവിച്ചെടുക്കുക. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ഒരളവിൽ 3.5 ഗ്ലാസ് അരിക്ക് 5.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ തിളപ്പിച്ചൊഴിച്ചത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് നമുക്കൊരു 90% വേവിച്ചെടുക്കാം. ഇപ്പോൾ റൈസും മസാലയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ മസാലയിൽ പകുതി എടുത്ത് മാറ്റണം. എന്നിട്ട് മസാല റൈസ് ഈ ഒരു രീതിയിൽ ലെയർ ചെയ്തെടുക്കാം. കൂടെ കുറച്ച് മല്ലിയിലയും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത കാഷ്യൂനട്ട്, മുന്തിരി, സവാള ഇത് ഇത്രയും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഗരം മസാലയും കൂടി ഇങ്ങനെ ലെയർ ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ഞാനൊരു അലൂമിനിയം ഫോയിൽ വെച്ചാണ് അടച്ചു വെച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മൾ സൈഡിൽ നിന്ന് കുറേശ്ശെ മിക്സാക്കി വേണം എടുക്കാൻ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.